നമ്മൾ അടുത്ത വാർത്തയിലേക്കും പോകുന്നു. അതും ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. കൊച്ചി കോർപ്പറേഷനിലെ മുണ്ടംവേലിയിൽ വ്യാപക കള്ളവോട്ട് ചേർത്തതായി പരാതി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീട്ടുടമ വിദേശത്ത് കഴിയവേ വീട്ടു നമ്പറിൽ 36 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 400 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടത്തിൽ ചേർത്തിരിക്കുന്നത് 83 ഇതര സംസ്ഥാന തൊഴിലാളികളെയുമാണ്. ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് സഹിൻ ആന്റണിയാണ്. സഹിൻ ആന്റണി ഉണ്ട് നമുക്കൊപ്പം. സഹിൻ, വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേടിലേക്കുള്ള സൂചനകൾ നൽകുന്നതും അല്ലെങ്കിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് കാര്യക്ഷമമായി അന്വേഷിക്കേണ്ടതായ കാര്യമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത ഇലക്ഷന് വേണ്ടി കോപ്പുകൂട്ടുന്നതിലും 83 ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് 400 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടത്തിൽ ചേർത്തിരിക്കുന്നത്. എന്തെല്ലാമാണ് സഹിൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്? അതായത് നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് 83 വോട്ടുകൾ, അതും 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്ടിലാണ് 83 വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. ഈ 83 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് ആ വീട്ടുടമ ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും വിദേശത്താണ്. ഈ സമയത്ത് ആ വീട്ടിൽ അവർ പോലും അറിയാതെ 36 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഈ 36 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. ഈ 36 പേരും വോട്ട് രേഖപ്പെടുത്തി. പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവ് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ 83 പേരാകട്ടെ, ഈ 83 പേരെക്കുറിച്ചും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർക്കോ പ്രദേശവാസികൾക്കോ യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. കൃത്യമായി പറഞ്ഞാൽ ഈ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം, വോട്ട് ചേർത്ത ശേഷം അന്നേ ദിവസം വന്ന് വോട്ട് ചെയ്ത് മുങ്ങുകയാണ് ഈ തൊഴിലാളികൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ വ്യാജ വോട്ടർമാർ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ആരാണ് ഈ വോട്ട് ചേർത്തത്, ആരൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ള കാര്യമൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ല. എന്തായാലും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 76 വാർഡുകളുണ്ട്. ഇതിൽ തന്നെ ഒരു വാർഡാണ് മുണ്ടംവേലി എന്ന് പറയുന്നത്. അവിടുത്തെ തന്നെ ഒരു ബൂത്തിലെ വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ കൊച്ചി കോർപ്പറേഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരും. എറണാകുളം ജില്ല ആകമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സംഗീത, ശരി സഹിൻ.